അങ്ങനെ കാപ്പിരി 18 രൂപങ്ങൾ എടുത്തിട്ടാണ്, വ്യത്യസ്തമായി 18 രൂപങ്ങൾ എടുത്തിട്ടാണ് ഈ അസുരനെ, ഒരു ശൃംഗാസുരൻ എന്ന് പറഞ്ഞ അസുരനെ വ്യത്യസ്തമായി 3 വരം കിട്ടി. അച്ഛൻ സ്ഥാനത്ത് ശിവനും അമ്മ സ്ഥാനത്ത് വിഷ്ണുവാണ്. അപ്പൊ ഒരു അമൃതം കിട്ടിയ തുല്യമായി. ഇവിടെ 18 രൂപം കൂടിയത് സ്വയംഭുവാണ്. നമസ്കാരം, പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് ബോധിത എൻലൈറ്റ്മെന്റ് സ്പേസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും വളരെ പ്രത്യേകതയുള്ള ഒരാളെയാണ്. പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് കാപ്പിരി മുത്തപ്പൻ എന്നൊക്കെ. നമ്മുടെ ഈ മുക്കോടി 30 ദേവഗണങ്ങളിൽ നിറയെ ദേവഗണങ്ങളുണ്ട്, ദൈവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കാപ്പിരി മുത്തപ്പനെ കുറിച്ചുള്ള കുറേ ഐതിഹ്യ കഥകളും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്കിപ്പോൾ ഷിജു കാപ്പിരിക്കാവുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ കാപ്പിരി മുത്തപ്പൻ അല്ലേ, ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ദൈവമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാർക്ക് അങ്ങനെ കാപ്പിരി എന്ന് കേട്ടിട്ടുള്ളൂ, അതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് അറിയണമെന്നില്ല. എന്താണ് ശരിക്കും കാപ്പിരി? കാപ്പിരിയുടെ അമ്പലം അധികം ഒന്നുമില്ല, ഉണ്ട്, ചിലയിടത്തൊക്കെ ഓരോ രൂപങ്ങളുണ്ട്. ഇവിടെ 18 രൂപം കൂടിയത് സ്വയംഭുവാണ്. സ്വയംഭു എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടായത്, അതാണ് അവിടെ ഉള്ളത് കാപ്പിരി. ഇത് ഉത്ഭവം എന്ന് പറഞ്ഞാൽ ശിവന്റെ തൃക്കണ്ണി എന്ന് പറഞ്ഞ ജാലേനെ വിഷ്ണു രൂപപ്പെടുത്തിയതാണ് കാപ്പിരിനെ. അതെങ്ങനെ വെച്ചാൽ ഒരു അസുരനെ വധിക്കാനായിരുന്നു എൻ്റെ ഉത്ഭവം. ഒരു ശൃംഗാസുരൻ എന്ന് പറഞ്ഞ അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ആദ്യം ശിവനെ തപസ് ചെയ്തിട്ട് ശിവനോട് പറഞ്ഞു അമരത്വം തരാൻ പറഞ്ഞു. അപ്പൊ ശിവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും വരം ചോദിച്ചോളം പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇന്ന ഒരു ആയുധം കൊണ്ട് ഞാൻ മരിക്കാൻ പാടില്ല എന്നിട്ട് ചോദിച്ചു. അപ്പൊ ആ വരം കൊടുത്തു. അത് കഴിഞ്ഞ് ആള് വിഷ്ണുവിന് തപസ് ചെയ്തു. വിഷ്ണുവോട് പറഞ്ഞു വേറെ ആയുധം കൊണ്ട് മരിക്കാൻ പാടില്ല. വിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേറെ ആയുധം കൊണ്ട് മരിക്കാൻ പാടില്ല. അപ്പൊ വിഷ്ണു ആ വരം കൊടുത്തു. ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവിനോടും പറഞ്ഞു വേറൊരു ആയുധം കൊണ്ട്. അങ്ങനെ വ്യത്യസ്തമായി 3 വരം കിട്ടി. അപ്പൊ ഒരു അമൃതം കിട്ടിയ തുല്യമായി ആൾക്ക്. ഈ അസുരൻ എല്ലാ ദേവഗണങ്ങളെയും മറ്റുള്ള ദേവഗണങ്ങൾക്ക് ഉപദ്രവിക്കാൻ തുടങ്ങി. അത് വധിക്കാൻ പറ്റില്ലല്ലോ. അതിന് ഭൂമിയിലും വന്നിട്ടും എല്ലാവരും ഇതിങ്ങനെ ആക്രമിക്കായിരുന്നു. അങ്ങനെ ഒരു വിഷ്ണുവിൻ്റെ ഒരു യാഗം നടക്കുമ്പോൾ ആ യാഗം പോയിട്ട് തല്ലി തകർത്തിട്ട് പറഞ്ഞു നിങ്ങൾ വിഷ്ണുവിനല്ല എന്നെയാണ് തപസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ശിവനറിയാണ്. ശിവനറിഞ്ഞപ്പോൾ ശിവന്റെ തൃക്കണ്ണ് തുറന്നു. ആ ജാലെങ്കിൽ വന്നപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി ഭൂമിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ അസുരം മാത്രമല്ല ഭൂമി മൊത്തം നശിക്കും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വിഷ്ണു ആ ജാലേനെ ഒരു രൂപം ഉണ്ടാക്കണമെന്ന്. അതാണ് കാപ്പിരി. അങ്ങനെ കാപ്പിരിക്ക് ശിവന്റെ മകനാന്ന് അച്ഛൻ സ്ഥാനത്ത് ശിവനും അമ്മ സ്ഥാനത്ത് വിഷ്ണുവാണ്. അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ അയ്യപ്പന്റെ കഥ പറയുന്ന പോലെ തന്നെയാണ്. അത് വ്യത്യസ്തമാണ്, കാരണം ഇതുവരെ കേട്ടിട്ടില്ല കാപ്പിയുടെ ഉത്ഭവം എന്താണ്. അത് മകൻ പറഞ്ഞ പോലെ അമ്മ വിഷ്ണുവും അച്ഛൻ ശിവനുമാവുന്ന ഒരു രൂപമല്ല. അങ്ങനെ 30 ദേവഗണങ്ങളും ഹിന്ദു പുരാണത്തിൽ 30 ദേവഗണങ്ങളും ഈ അസുരനെ എല്ലാവരും ആക്രമിച്ചിട്ടുണ്ട്. അവര് ഈ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ മെയിൻ ആയുധങ്ങൾ മുഴുവനും കാപ്പിരിക്ക് കൊടുക്കുകയാണ്. ഈ ജാല ഉണ്ടാക്കിയത് അതാണ് കാപ്പിരി. കാപ്പിരിക്ക് 30 ദേവഗണങ്ങളും മെയിൻ ആയുധങ്ങൾ മുഴുവനും കൊടുക്കുകയാണ് ഈ അസുരനെ വധിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ കാപ്പിരി 18 രൂപങ്ങൾ എടുത്തിട്ടാണ്, വ്യത്യസ്തമായി 18 രൂപങ്ങൾ എടുത്തിട്ടാണ് ഈ അസുരനെ വധിക്കുന്നത്. അതായത് കാപ്പിരി മുത്തപ്പന് 18 രൂപങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഈ വ്യത്യസ്തമായ രൂപങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ഐശ്വര്യ കാപ്പിരി. ആദ്യം ഐശ്വര്യം ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ, എല്ലായിടത്തും ഐശ്വര്യം. അതിന് വേണ്ടി ഐശ്വര്യ കാപ്പിരി. അക്ഷര കാപ്പിരി, അതിന് വിദ്യാഭ്യാസത്തിന് വിദ്യ. അന്നെന്ന് പറഞ്ഞാൽ ഈ ആശ്രമങ്ങൾ മുഴുവനും ഇയാൾ നശിപ്പിച്ച് ആർക്കും വിദ്യ കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അക്ഷര കാപ്പിരി ആയിട്ടാണ്. അനന്ത കാപ്പിരി സർപ്പദോഷങ്ങളും മറ്റൊന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വശ്യക്കാപ്പിരി, നമ്മൾ വിവാഹം കഴിക്കാത്തൊരു ആൾക്കാർ വരുമ്പോൾ അതിന് വശീകരം, അതാണ് വശ്യക്കാപ്പിരി. വാണിഭക്കാപ്പിരി, നമ്മളെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറ്റുന്നത് അത് വെച്ചിട്ടാണ്. പിന്നെ വൈഷ്ണവബോധ കാപ്പിരി, നമ്മളെന്നൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, പ്രമോഷൻ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യാം. അങ്ങനെ രാഷ്ട്രീയത്തിന് മാത്രമല്ല പൊതുവെ ചെയ്യാറുണ്ട് എല്ലാവർക്കും. എനിക്കൊരു ആ ജോലിയിൽ എന്നെ നിന്നിട്ട് എനിക്കൊരു മേൽഗതി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വൈഷ്ണവബോധ കാപ്പിരി. പിന്നെ നായാട്ട് കാപ്പിരി എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യ സംബന്ധം വെച്ചാൽ ഞങ്ങളെ അവിടെ ഈ മീൻപിടുത്തക്കാര് അവിടുത്തെ കിഴക്കുള്ള നായാട്ടിന് ഇറങ്ങുമ്പോൾ നായാട്ട് കാപ്പിരി അതിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ സ്തംഭന കാപ്പിരി. സ്തംഭനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് മുമ്പ് തടസ്സങ്ങൾ, അതാണ് സ്തംഭനം.
അതങ്ങനെ പലരും അത് അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ? പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് അതിന് ജോലി വിദ്യക്ക് വിധിക്ക് എല്ലാത്തിനും നമ്മളെവിടെ പോകുമ്പോൾ സ്തംഭനം എന്ന് പറഞ്ഞിങ്ങനെ എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാൽ സാറേ സ്തംഭനം അതുപോലെ ബന്ധനം എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും എങ്ങനെയാണ് ഒരാളിലേക്ക് വരുന്നത്? ഈ പറഞ്ഞ പോലെ മന്ത്രവാദം അഭിചാരം ചെയ്തിട്ടൊക്കെ തന്നെയാണ്. അതന്നെയാണ് സ്തംഭനമൊക്കെ. നമ്മൾ ഈ ചിലർ പറയും അവനെ നശിപ്പിക്കാൻ പറയുമ്പോ ചിലർ ഇങ്ങനെ പറയും ദുഷ്കർമ്മം അതൊക്കെ പറയില്ല. അങ്ങനെ ചെയ്തു വരാനാണ് ഈ സ്തംഭനം. ഓ, അതുകൊണ്ട് തന്നെ വന്ന് കയറാനല്ല. തന്നെ വന്ന് ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്തംഭനം എന്ന് പറഞ്ഞ അവസ്ഥയില്ല. ഇല്ല, അത് വന്ന് ഇതാക്കണം. ശരിക്കും ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതന്നെ അങ്ങനെയാണ് അതിന് മാറണം അതൊക്കെ ചെയ്യണത്. മാരണദോഷം നമുക്ക് വരുന്നത് തന്നെ വരുന്നതല്ല, ഓരോരുത്തർ നമ്മൾ ചെയ്യുന്നതാണ്. ഓരോ ദുഷ്കർമ്മം ചെയ്തിട്ടായാലും അങ്ങനെ വരുന്നതാണ് ഇതൊക്കെ. അപ്പൊ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സ്തംഭനം, അതുപോലെ തന്നെ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള വാണിഭം, ജോലി ഇതാക്കി കൊടുക്കുക, നശിപ്പിക്കുക, ഇതൊക്കെ ഓരോരുത്തര ഇതാണ്. പല കർമ്മങ്ങളുണ്ട്. ഒരു ബിസിനസ് നന്നായി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, തടസ്സങ്ങള്, അതുപോലെ തന്നെ വിദ്യാബലം, അതുപോലെ തന്നെ മറ്റു സ്തംഭനം. പിന്നെ അത് കഴിഞ്ഞാല് സ്തംഭനം കാപ്പി കഴിഞ്ഞാൽ മുള്ളം വരഹകൾക്ക് കാപ്പി, അത് ശനി ദോഷത്തിന്റെ ഒരു പരിഹാരമാണ്. അപ്പൊ ഈ സ്തംഭന കാപ്പിരി അവിടെ തന്നെ നിൽക്കുന്നതാണ് ഞാൻ. അപ്പൊ ആ സ്തംഭന കാപ്പിരി കൊണ്ട് അത് ഓൾറെഡി ആ ബന്ധനങ്ങളെല്ലാം സ്തംഭനം മാറ്റും, സ്തംഭനങ്ങളൊക്കെ മാറ്റും. ഇപ്പൊ ബിസിനസ് സംബന്ധമായിട്ടാണ് വെച്ചാൽ നമ്മൾ വാണിഭ കാപ്പിരിനെ വെച്ച് ചെയ്യും, ദോഷങ്ങൾ മാറ്റും. സർപ്പദോഷം എന്ന് വെച്ചാൽ ആനന്ദ കാപ്പിരി പറഞ്ഞു. ഞാൻ അടുത്തത് നമുക്ക് നോക്കാം. ഞാൻ മുള്ളം വരകൾക്ക് കാപ്പിരി, അത് ശനി ദോഷത്തിനൊരു പരിഹാരമാണ്. ശനി ദോഷമുള്ളവർക്കൊക്കെ പൂർണ്ണമായിട്ടല്ല, ചെറിയൊരു പരിഹാരം. പിന്നെ ആപത്ത് ഉദാഹരണ മഹാവടുക വീരപാതള കാപ്പിരി, അത് അസുഖത്തിനുള്ളതാണ്. അസുഖം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും എന്തോ ചെയ്താലും ഒന്നും തെളിയില്ല, മാറാത്ത അസുഖങ്ങൾ, മാറാത്ത ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അവർ കൊണ്ടുപോയി ഡോക്ടർമാർ ഒരു കുഴപ്പമില്ല, ആൾക്കൊരു കുഴപ്പമുണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ വരാറുള്ളത് ഈ ആയുർവേദത്തിന്റെ ആൾക്കാർ വരാറ്. അവർ പറയും ആദ്യം പോയിട്ട് ദോഷം മാറ്റിയിട്ട് പോയോ, എന്നാലും മരുന്ന് വലിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഈ കാപ്പിരിനെ വെച്ചിട്ടാണ് ചെയ്യാറ്, ആപത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാരണ കാപ്പിരി, ഈ മാരണ ദോഷങ്ങൾ മാറ്റുന്നത് മാരണ കാപ്പിരിയാണ്. പിന്നെ മാട്ട് കാപ്പിരി എന്ന് പറഞ്ഞ കാപ്പിരി ഉണ്ട്, അത് നമ്മൾ കുടുംബത്തിലെ ദോഷങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഉന്മാദ കാപ്പിരി, അതെന്താ വെച്ചാല് നമ്മളൊരു മടി പിടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു ഉന്മാദാവസ്ഥയിലായിരിക്കും. ഒരുപാട് മദ്യപിക്കുക, അതൊക്കെ പെടും. മദ്യപാനികൾ വെച്ചാൽ മദ്യവെച്ചോണ്ടിരിക്കുക, വീട്ടിലിരിക്കുക, അവർക്ക് 100 കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഒരു സ്ഥലത്തേക്ക് പോവില്ല, ഒരു ഉന്മാദത്തിലാവുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ലഹരി, ഇത് മദ്യം തന്നെ ആവണമെന്നില്ല, ചിലർക്ക് ടി വി കണ്ട് വെറുതെ ഇരിക്കുക, അങ്ങനെ ആവാം. അതാണ് ഉന്മാദം. ഒരു ഉന്മാദാവസ്ഥയിലായിരിക്കും, ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കാര്യം വിജയിക്കുന്നില്ലെങ്കിൽ അത് ഉന്മാദമാണ്. അത് ഉന്മാദമാണ്. ഉന്മാദം എന്ന് പറഞ്ഞാല് നമ്മള് ജോലി ഉണ്ടെങ്കിലും ജോലിക്ക് പോവില്ല, അവര് വീട്ടിൽ തന്നെ ഇരുന്ന്, അല്ലെങ്കിൽ മദ്യപിക്കേണ്ട ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ചിലർ ടി വി കണ്ടുകൊണ്ടായിരിക്കും, ടി വി കണ്ടുകൊണ്ടിരിക്കുക, ചിലപ്പോൾ പല ഇതായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ വേറെ എന്തിനോടായിരിക്കാം. അതിങ്ങനെ അവരതിങ്ങനെ മടി പിടിച്ചിരിക്കും, ഒരു ഉന്മാദാവസ്ഥയിലായിരിക്കും. അതെ, വേറെ ലോകത്ത് അവര് പറയുന്ന ഒരു ലോകത്തായിരിക്കും ആ ദോഷം മാറ്റുന്നത് ഉന്മാദ കാപ്പിരിനെ വെച്ചിട്ടാണ്. പിന്നെ പിശാചി കാപ്പിരി എന്നൊരു കാപ്പിരി ഉണ്ട്, അത് ഈ പ്രേത ദോഷങ്ങൾ മാറ്റുന്നതാണ്. നാനാ ഭൂത പ്രേത പിശാചുകളും ഭരിക്കുന്ന ആ കാപ്പിരി, അതാണ് പിശാചി കാപ്പിരി എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രേതഭൂതങ്ങളൊക്കെ ഒഴിപ്പിക്കുമ്പോ സാധാരണ അതുള്ള ശരീരങ്ങള് അതിങ്ങനെ അവരിങ്ങനെ പ്രതികരിക്കുന്ന, പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഈ സംഭവം ചെയ്ത സമയത്ത് അതുപോലെ പ്രതികരിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ടോ? പിന്നെ എന്റെ മുമ്പിൽ എന്ത് ഓർമ്മയുണ്ട്, അവര് ബാധനെ ഇളക്കും. ശരിക്കും ബാധാദോഷം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ശരിക്കും സാധാരണ ആളുകൾക്ക് വരുന്നത്? കണ്ടു പേടിച്ചിട്ടാണോ? അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിലെ കാണുമ്പോൾ ഈ ആണി കൂരിട്ട് വരുന്നെന്ന് പറഞ്ഞ് പറയില്ലേ, പല പ്രേതങ്ങളെ ചിലർക്ക് ആണിയിലേക്ക് ആവാഹിക്കാം, ചൂരിലേക്ക് ആവാഹിക്കാം, പലർക്ക് ആവാഹിക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാല് ഈ എന്തെന്ന് പറയാ ദുർമരണം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരെ ഈ പ്രേതങ്ങൾ വരുള്ളൂ. അല്ലാണ്ട് ആയുസ് ഇതായിട്ട് മരിച്ച ആൾക്കാരല്ല പ്രേതങ്ങൾ. ദുർമരണം അതുപോലെ തന്നെ അതൊക്കെ അവർക്ക് ഇനി പെടാം. അവരുടെ പ്രേതങ്ങൾ ഉണ്ടാവുക കൂടുതലും ഭൂമിയിൽ ഉണ്ടാവുക. അവര് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരെ ശരീരത്തിലോ അങ്ങനെ കയറും. വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഈ എന്താ പറയാ മനസ്സ് ഉണ്ടാവില്ല, എന്താ പറയാ ദുർബലമായിട്ടുള്ള ആൾക്കാരെ മേത്തിക്കാണ് കൂടുതൽ കയറുള്ളൂ. ധൈര്യമുള്ളവരടുത്തേക്ക് അങ്ങനെ ഉണ്ടാവില്ല. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് കയറും. പിന്നെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നാം. ചിലർ വീടിന്റെ അകത്ത് വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കും. രാത്രി ഉറക്കം ഉണ്ടാവില്ല ചിലർക്ക്. പിന്നെ മരിക്കാനുള്ള ടെൻഡൻസി ചില മോശപ്പെട്ട പ്രേതങ്ങൾ ഉണ്ടാവും. അവരുടെ മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും.
പിന്നെ ഭയങ്കര ദേഷ്യം വരാം. ഇതാണ് അവരുടെ ലക്ഷണങ്ങൾ. അവർക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു 3 മണി കഴിയുമ്പോഴേക്കേ ഇവർക്ക് സാധാരണ ഉറക്കം ഉണ്ടാവുള്ളൂ. അത് വരെ രാവിലെ വെളുപ്പിന് 3 മണിക്ക്. അത് കഴിഞ്ഞാൽ ഇവർക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. ഇവർക്ക് ഇങ്ങനെ എനിക്ക് നടക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക, അതൊക്കെ ഇനി സമയത്തുണ്ടാവും. അങ്ങനത്തെ ലക്ഷണങ്ങൾ. ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇങ്ങനെ നമ്മളിപ്പോ ഒഴിപ്പിക്കൽ എന്ന് പറയുമ്പോ ഇപ്പൊ തീർച്ചയായിട്ടും കാപ്പിരി മുത്തപ്പൻ ശരീരത്തിൽ വരുമോ ആ സമയത്ത്? അത് ഞാൻ പോയിട്ട് ആവാഹിക്കും. അവരെ വെച്ചിട്ട് ആവാഹിച്ചിട്ട് ആ പ്രയത്നം നമ്മള് നാളെയത്തിലേക്ക് ആവാഹിച്ചിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. അങ്ങനെയാണല്ലേ? ആ സമയത്ത് എങ്ങനെയാ കാപ്പിരി മുത്തപ്പനെ? ഇത് ഇവർക്ക് കൂടുതൽ ഇവർക്ക് ഈ അമ്പലങ്ങൾക്ക് പോകാൻ തോന്നൂല്ല. എന്നുവെച്ചാൽ ആ ശക്തി അവർക്ക് പോകാൻ തോന്നുമ്പോ ആ നേരത്തെ ശക്തി തിരിക്കും. അപ്പൊ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഒഴിപ്പിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ ചിലര് ഞാൻ പറഞ്ഞില്ല, ആ ശക്തി ഇവർക്ക് തോന്നും നമുക്ക് പോവാന്ന് തോന്നും. പിന്നെ ആ സമയമാകുമ്പോഴേക്കും അവരെ തടസ്സപ്പെടുത്തിയിട്ട് അവരുണ്ടാവും. അത് പ്രേതദോഷങ്ങൾ. ശരിക്കും അമ്പലത്തിൽ പോകുന്നവർക്ക് പ്രേതങ്ങളൊന്നും ഇല്ല എന്നർത്ഥം? ആ കൂടുതലും ചില ഇപ്പൊ നമുക്ക് ഒരു അമ്പലം കാണുന്നു, അവിടെ പ്രവേശിക്കുന്നു, തൊഴുന്നു, ഉണ്ടാവില്ല, പ്രേതശക്തികൾ ഉണ്ടാവില്ല എന്ന് പറയാം. അവർക്ക് പൂർണ്ണമായിട്ടും ദൈവിക ശക്തി തന്നെയാണ് നിലകൊള്ളുന്നത്. അങ്ങനെ കൂടുതലും ചില പ്രേതങ്ങളുണ്ട് പോയിട്ട് പിന്നെ വീണ്ടും കയറും. അങ്ങനെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത കാപ്പിരി ഏതാണ്? പിശാചി കാപ്പിരി, മലപാതാള കാപ്പിരി ഉണ്ട്. അത് ക്രിസ്ത്യൻസിന്റെ ഇഷ്ടം. അങ്ങനെയുണ്ടല്ലേ? അത് അതെങ്ങനെ ഒരു നമ്മള് വിവിധ മതങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കേട്ടിരിക്കുന്നു. അതായത് ഇപ്പൊ മുസ്ലിംസിനാണെങ്കിൽ ഉമ്മുണ്ണി ചാത്തൻ, അതുപോലെ തന്നെ ജിന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വരാം നമ്മുടെ. അപ്പൊ ക്രിസ്ത്യൻസിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. അത് കുടുംബത്തിൽ കെട്ടുമുട്ട് ബന്ധന ദോഷങ്ങൾ മാറ്റുന്നതാ ക്രിസ്ത്യൻസിന്റെ. അത് ക്രിസ്ത്യൻസിന് മാത്രമല്ല, എല്ലാരും നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ക്രിസ്ത്യൻസ് വരുമ്പോ അത് മാത്രമല്ല, അവരെല്ലാവരും മന്ത്രം ഇതിൽ പ്രയോഗിക്കും. ക്രിസ്ത്യൻസിന് ഇപ്പൊ പ്രായദോഷം വന്നാലും ഞാൻ ആ കാപ്പിരിനെ വിളിക്കും. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാപ്പിരിനെ വിളിക്കുന്നതല്ല. എന്താണോ ദോഷം, അവർക്ക് എന്താണോ ഉള്ളത് ദോഷം ഞാൻ നോക്കും. അത് നോക്കിയിട്ട് അതിനാണ് പരിഹാരം കാണാം. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ അസുഖത്തിനും പനീര് ഗുളിക വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏത് അസുഖമാണെന്ന് നോക്കിയിട്ടല്ല ഡോക്ടർമാർ മരുന്ന്. അതുപോലെ തന്നെ ഏത് ദോഷം ആണോ ഉള്ളത് ആ ദോഷത്തിനാണ് നമ്മൾ പരിഹാരം കാണുന്നത്. ശരിയാണ്, അതാണ് കാര്യം. പിന്നെ അത് കഴിഞ്ഞാല് രക്തദായ കാപ്പിരി എന്നൊരു കാപ്പിരി ഉണ്ട്. അത് വേദന കാപ്പിരി ഉണ്ട്. അത് കഴിഞ്ഞാല് വേദന കാപ്പിരി എന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുവിനെ നിഗ്രഹിക്കാനും അതിന് വേണ്ടിയിട്ടാണ്. ശത്രുദോഷം മാറ്റിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ശത്രുക്കൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാരണദോഷം ചെയ്തിട്ട് നമ്മൾ ദോഷം മാറ്റിയിട്ട് വീണ്ടും ശത്രുക്കൾ വീണ്ടും നമ്മൾ ഉപദ്രവിക്കുമ്പോ ഈ ശത്രുക്കൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു സന്തോഷമാണോ, മനസ്സുഖാണോ ഇങ്ങനെ ചെയ്യുമ്പോൾ? പലർക്കും ഇതുണ്ട്. ഇപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പോ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ശത്രുക്കള് നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല. സോ ഇപ്പോ എനിക്ക് അല്ലെങ്കിൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു ഒത്തിരി പേര് ആരും ഉപദ്രവിക്കുന്നില്ല. അവർ അവരുടേതായ കാര്യം ചെയ്ത് പോകുമ്പോൾ അവർക്ക് അടുത്തറിയുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ശത്രുക്കളായിട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ബന്ധുക്കാരെന്നെ ശത്രുക്കൾ. കാരണം വെച്ചാല് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അത് സംഭവം എന്ന് പറഞ്ഞാല് ഉയർച്ചയാണ് അതിന്റെ മെയിനായിട്ട്. അസൂയ അതന്നെ. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നല്ല ബന്ധുക്കാരുണ്ട്, അവരെ പറഞ്ഞല്ല അതിന്റെ അടുത്തേക്ക് ഉള്ളു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് അസുഖം കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുവെച്ചാല് അവരൊന്നും ഉയരുമ്പോഴേക്കും ഇവിടെ തുടങ്ങും. അവര് ഉയർച്ചയല്ല, അവരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ ഒരിക്കലും വെറുതെ നിൽക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കരുത്. അങ്ങനത്തെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പലരും വരുമ്പോ ഞാൻ പറഞ്ഞു അവര് ഉയർന്നോട്ടെ, നിങ്ങൾക്ക് ഉയർന്ന പോരെ, അതിനോടൊന്ന് ഞാൻ ചെയ്തു തരാം അറിയുള്ളൂ. അതാണ് കാര്യം. നമ്മൾ വെറുതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോയി തല്ലാൻ പാടില്ല. അപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോ ഞാനത് ഒഴിവാക്കാറുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തു തരില്ല. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഞാൻ ദോഷം ഒഴിപ്പിച്ചു കഴിഞ്ഞു, വീണ്ടും പോയിട്ട് വീണ്ടും അവരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തിരിച്ച് കൊടുക്കാം. അപ്പൊ അവർക്ക് സംരക്ഷണം കൊടുക്കും. അവരെ സംരക്ഷണം കൊടുക്കും. അങ്ങനല്ലേ? അപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോ പറയും സ്വാമിയുടെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കാണ് ചീത്ത പേര്. ആ ഘട്ടം വരുമ്പോ ഞാൻ അവരെ ഇതുപോലെ ദുഷ്കർമ്മം ചെയ്തിട്ടായാലും നമ്മളത് ചെയ്യും. അങ്ങനെ അതിന് പരിഹാരമായി അതിന് ഈ വേദനക്കാപ്പിരി എന്ന് പറഞ്ഞ ശത്രുവിനെ നിഗ്രഹിക്കാന്ന് പറഞ്ഞാൽ ഈ വേദനക്കാപ്പിരി വന്നിട്ട് ഈ ശൃംഗാസുരൻ എന്നൊരു അസുരൻ ഞാൻ പറഞ്ഞല്ല, ഈ അസുരനെ വധിക്കുന്നത് ഈ കാപ്പിരിയാണ്. ഈ കാപ്പിരി വന്നിട്ടാണ് ശൃംഗാസുരനെ വധിക്കുന്നത്. പിന്നെ രക്തദായ കാപ്പിരി, ആ രക്തദായ കാപ്പിരി ആ രക്തം കുടിച്ചിട്ടേ പോരുള്ളൂ. ആ അസുരന്റെ രക്തം കുടിച്ചിട്ട് വന്നാണ് രക്തദായ കാപ്പിരി. ഈ കാപ്പിരി നമ്മള് ശത്രുക്കളെ ഉപദ്രവിക്കാൻ തന്നെ വിടുന്നത്.
രക്തം കണ്ടിട്ട് അത് പോരുള്ളൂ എന്ന് പറയാം. ഓഹോ. അപ്പൊ അതിനെന്തായിരിക്കും നീതിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും? നീതിങ്ങളൊക്കെ ഉണ്ടാവും. നിവേദ്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഗുരുതി നടത്താറ്. ഗുരുതിയാണ് അല്ലെ നടത്ത്. ആ കാപ്പിരിയെ സംരക്ഷിക്കാൻ, ആ കാപ്പിരിക്ക് ഇഷ്ടപ്പെട്ട ഗുരുതിയാണ് ചോര. നമ്മൾക്ക് ഇങ്ങനെ ഗുരുതി കലക്കിയിട്ട് ഈ ചോര ആയിരിക്കില്ലല്ലോ കൊടുക്കാം, അത് കൊടുക്കും. പിന്നെ നമ്മുടെ ചോറ്റ എനിക്കൊരു അങ്ങനെയാണ് ഓൾറെഡി ഇങ്ങനെ അങ്ങനെ കൊടുക്കാറ്. അങ്ങനെ തന്നെ മഞ്ഞപ്പൊടി മറ്റേ ഇത് ചുണ്ണാമ്പ് കലക്കിയിട്ട് ഗുരുതി ഉണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ അതിന്റെ നിവേദ്യങ്ങൾക്ക് വേറെ കൊടുക്കും. അങ്ങനെയാണല്ലേ. പിന്നെ ജിന്നു കാപ്പിരി. അത് മുസ്ലിങ്ങളെ മുസ്ലിം ദോഷങ്ങളും മറ്റന്നാ. ജിന്നു കാപ്പിരി ഭയങ്കര പവറാ. ജിന്നിന് ഭയങ്കര പവറാണ്. ജിന്നിനെ ഇവർക്ക് ശത്രുക്കളുടെ അടുത്തേക്ക് വിടുന്നത് തന്നെ. വന്നു കഴിഞ്ഞാൽ കുടുംബം നശിപ്പിച്ചിട്ടേ അത് പോവുള്ളൂ. അതിന് ബാക്കിയുള്ള ഈ പറഞ്ഞ കാപ്പിരികൾക്കൊക്കെ ഓരോ മന്ത്രമുള്ളൂ. ജിന്നിന് 3 മന്ത്രം അവിടെ. അതെന്താ അങ്ങനെ വരുന്ന 3 മന്ത്രങ്ങള് പട നശിപ്പിക്കും? ആ 3 മന്ത്രമുണ്ട്. ഭയങ്കര പവറാണ്. അതെല്ലേ. ജിന്ന് വന്ന് കയറി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങള് തങ്ങന്മാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇവര് ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി വിടുന്നത്. അത് ഞാനിവിടെ ഒഴിപ്പിക്കും. ഈ ജിന്ന് കാപ്പിരിനെ വെച്ച് തന്നെ ഞാൻ ദോഷം മാറ്റി കൊടുക്കും. അവിടുന്ന് ഒരു ജിന്നിനെ ഇങ്ങോട്ട് അഴിക്കുമ്പോ നമ്മൾ ആ ജിന്ന് കാപ്പിരി വെച്ച് മാറ്റി കൊടുക്കും. അങ്ങനെയാണ്. വേണമെങ്കിൽ തിരിച്ചു പോകുന്നൊക്കെ. പിന്നെ അവര് ശരീരത്തിൽ കയറിയില്ല. പിന്നെ ഞാനവിടെ ഇങ്ങനെ അഴിക്കുന്നതൊക്കെ ഈ മനുഷ്യരുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറും അല്ലേ? അത് പറഞ്ഞാൽ ജാതകപരമായിട്ട് നമുക്ക് നല്ല സമയമാണെങ്കിൽ പതുക്കെ വന്ന് കയറുള്ളൂ. പതുക്കെ വെച്ചാല് നല്ല സമയം അതിന്റെ പേരിൽ നമുക്ക് ഇത് വന്ന് അധികം ശരീരത്തിൽ അവർക്ക് വന്ന് വിചാരിച്ച പോലെ വന്ന് കയറില്ല. ദുഷ്കർമ്മം ചെയ്യുമ്പോൾ അധികം വന്ന് കയറില്ല. പതുക്കെ നിൽക്കുള്ളൂ. ഇവർക്ക് എപ്പോഴും എല്ലാ സമയത്തും നല്ല സമയമാവണമെന്നില്ലല്ലോ. പൊട്ട സമയം വരുമ്പോൾ ഇതൊക്കെ വന്ന് കയറും. ശക്തികൾ വന്ന് കയറും. അങ്ങനെയാണ് പറയാറ്. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഉപദ്രവങ്ങളൊക്കെ മൊത്തം ഉണ്ടാവുന്നത്. നമ്മുടെ നല്ല സമയത്ത് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ദുഷ്കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല സാധനങ്ങളൊന്നും കിട്ടില്ല, അനുഗ്രഹങ്ങളൊന്നും കിട്ടൂല. മനസ്സിലായി. പക്ഷെ അവർക്ക് ഒന്നും പറ്റൂല. എങ്കിലും ഇങ്ങനെ പതുക്കെ ഇതുണ്ടാവും. നല്ല സമയത്ത് കണ്ടില്ലേ ഒരു ഉയർച്ചയിലാണ്ട് ചിലർ നിൽക്കാറുണ്ട്. ജാതപരമായിട്ട് നോക്കുമ്പോൾ അവർക്ക് നല്ല സമയമാണ്. എന്നിട്ട് ഒരു അനുഗ്രഹം കിട്ടില്ല. അത് ഈ ദുഷ്കർമ്മം ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ചിലർ. അങ്ങനെ ജിന്ന് കാപ്പിരി ഭയങ്കര വിശേഷമുള്ള ഒരു കാപ്പിരിയാണ്. ഇനി അടുത്ത കാപ്പിരിയാണ്. അല്ല 18 കാപ്പിരി കഴിഞ്ഞു അറിഞ്ഞില്ല. അങ്ങനെ 18 കാപ്പിരികളുണ്ട്. അപ്പൊ കാപ്പിരി മുത്തപ്പൻ. ഷിജു സ്വാമിക്ക് എങ്ങനെയാണ് കാപ്പിരി മുത്തപ്പന്റെ ഒരു അനുഗ്രഹം വരുന്നത്? അനുഗ്രഹം വരുന്നതില് ഞാൻ പറഞ്ഞില്ല, ഇത് കാപ്പിരി സ്വയംഭൂവാണ്, തന്നെ ഉണ്ടായതാ അവിടെ. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാ, കുടുംബക്ഷേത്രമാണോ ഇത്? അല്ല, കുടുംബക്ഷേത്രം ഞാൻ വേറെയാണ്. ഇതിപ്പോ എന്റെയും എന്റെ ചേട്ടന്റെ പേരിലുള്ള. അതെങ്ങനെയാ അതെങ്ങനെ വന്നെച്ചാല് അച്ഛനൊരു സ്ഥലം മേടിച്ചത് എന്റെ. എവിടെയാണ് അത്? ഇത് എടമുട്ടം എന്ന് പറയും. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് എടമുട്ടം എന്ന് പറയും. തൃപ്തിയാറ് എടുത്ത് അവിടുന്ന് ബീച്ച് റൂട്ടില് 1 കിലോമീറ്റർ. അവിടെ എന്ന് പറയുമ്പോ ഇത് പണ്ട് ഞാൻ പറഞ്ഞ സ്വയംഭൂവാണ്, പണ്ടേ ഉള്ളതാണ്. ഉണ്ടായിരുന്ന ഒരു കുന്നായിരുന്നു അത്. അപ്പൊ ഒരു മുസ്ലിമിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സ്ഥലം. അപ്പൊ ആള് അന്നൊരു പറമ്പ് പോലെയായിരുന്നു അത്. കുറെ തെങ്ങുകളും കാര്യങ്ങളും അതിലൊരു ഇതായിരുന്നു. ആൾക്കൊരു വലിയ വിശ്വാസമില്ലാണ്ട് ഇത് നികത്താൻ പറഞ്ഞു പണിക്കാരോട്. അപ്പൊ പണിക്കാര് പറഞ്ഞത് കുന്ന് നികത്താൻ പറ്റില്ല, അത് കാപ്പിരിയാണ്. അന്ന് ഈ പാവപ്പെട്ട ആൾക്കാർ ജനങ്ങളും അവിടെ വന്നിട്ട് ഈ കള്ളൊക്കെ വെക്കും. മുത്തപ്പന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കവളാചാര പൂജയാണ് അത്. അതിനുണ്ട്. ഞാനൊക്കെ എനിക്ക് എത്രയോ തലമുറകൾക്ക് അതുണ്ട് അവിടെ. അപ്പൊ അവിടുത്തെ ജനങ്ങളായിരുന്നു ചിരട്ടയിലൊക്കെ കള്ളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അവിടെ ചുറ്റുപാടുള്ള ജനങ്ങളും എല്ലാവരും വന്നിട്ട് കാപ്പിരിനെ വെച്ചു കൊടുത്തിരുന്നു. അപ്പൊ കള്ള് കൊടുത്ത് അവരായിരുന്നു നോക്കിയിരുന്നത്. അപ്പൊ ഇയാൾക്ക് ഇദ്ദേഹത്തിന് അധികം വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ നേരത്താൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നേരത്തില്ല, കാപ്പിരിയാണെന്ന് പറഞ്ഞു. കച്ചിൽ അന്നൊരു ഭയങ്കര പേടിയായിരുന്നു കാപ്പിരിനെ എല്ലാവർക്കും. കാരണം വെച്ചാല് ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാല് ഞാൻ പറഞ്ഞില്ല, ഒരു രക്തദായി കാപ്പിരി എന്നൊരു കാപ്പിരി ഉണ്ട്. മറ്റെല്ലാ കാപ്പിരികൾക്കൊക്കെ കള്ളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ കാപ്പിരിക്ക് വേണ്ടത് രക്തം വേണ്ടത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചതിന്റെ പേരിൽ അവരെ വന്ന് രക്തം കിട്ടാണ്ടാകുമ്പോ പണ്ട് കാലത്ത് ഇപ്പൊ നമ്മള് ഗുരുതിയൊക്കെ കൊടുക്കുന്നതിന്റെ പേരിലാണ് ഇപ്പൊ അടങ്ങിയത്. അന്ന് ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചതിന്റെ പേരിൽ ഇവർക്കൊക്കെ പേടിയാണ്. അപ്പൊ ഇവരോട് ഇവര് പറഞ്ഞു ഞാൻ നേരത്തില്ല, ഞങ്ങൾ ആയുധം തരയില്ല എന്ന് പറഞ്ഞു. ആള് പോയിട്ട് ആളെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ആയുധം കൊണ്ടുവന്നിട്ട് കൈക്കൊണ്ടത് കൊണ്ടുവന്നിട്ട് നേരത്താൻ ശ്രമിച്ചു. കുറച്ചെടുത്തുള്ളൂ. അപ്പൊ ഇയാൾക്ക് കിതപ്പൊക്കെ വന്ന് ഇയാളങ്ങനെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മണ്ണിൻ്റെ ഇത്. പിന്നെ രാത്രി ആകുമ്പോഴേക്കും ഇയാൾക്ക് ആകെ ഒരു അസ്വസ്ഥത, ഒരു വൈലൻ്റായി മൂടൊക്കെ ആയി. അപ്പൊ ആള് വന്ന് അയാളെ കൈ കൊണ്ട് തന്നെ അത് ആൾക്ക് മനസ്സിലായി തെറ്റുപറ്റിയാണെന്ന്. ആളെ കൈ കൊണ്ട് തന്നെ അത് കൊന്ന് ശരിയാക്കി വെച്ചു. പിന്നെ അദ്ദേഹത്തിന് പേടിയായിട്ട് ആള് വിൽക്കണ സ്ഥലം അത് എൻ്റെ അച്ഛനാണ് എടുത്തത്.
അപ്പൊ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. ഇല്ല, മൂപ്പര തെറ്റ് മനസ്സിലാക്കിയിട്ട് ഇതാക്കിയിട്ട് ആ സ്ഥലം പെട്ടെന്ന് ഓക്കെ, തീർച്ചയായിട്ടും. വിറ്റ് പൈസക്ക് വിറ്റു എന്ന് പറഞ്ഞു. അത് എൻ്റെ അച്ഛനെടുത്തത്. ആണോ? ആഹാ, ഇതൊരു ഭാഗ്യാണല്ലോ അല്ലേ. അപ്പോഴും എൻ്റെ അച്ഛൻ അതിനും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതവിടെ നിന്നോട്ടെ, ബാക്കിയുള്ള കാര്യം അച്ഛനും വന്നിച്ചില്ലെങ്കിൽ നിന്നിച്ചില്ല. അതെ. ഞങ്ങള് ബിസിനസ്സുകാരായിരുന്നു. അങ്ങനെ ഞങ്ങളെ ബിസിനസ്സിലേക്ക് എന്നും ഉപദ്രവങ്ങൾ, അനാവശ്യമായ ചെലവുകൾ വരണം. കാറ് കൊണ്ടിടിക്കല്, ലോറി കൊണ്ടിടിക്കല്, അങ്ങനെ അനാവശ്യമായിട്ട് ഓരോ ലക്ഷം ഓരോ മാസം വെച്ച് ഇങ്ങനെ പോകണം. അപ്പൊ ആദ്യം വരുമ്പോ അച്ഛൻ പോയി ദോഷം നോക്കുമ്പോ ചാത്തന്റെ ഉപദ്രവമുണ്ട്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നാള് ചെയ്താണെന്നൊക്കെ പണിക്കന്മാര് പറയും. അപ്പൊ നമ്മൾ വിട്ട് അത് ഒഴിവാക്കും, വീണ്ടും ചെയ്യും, അവര് വീണ്ടും ഇത് ഒഴിവാക്കും. അങ്ങനെ നമുക്ക് ഓരോ ലക്ഷം ഓരോ കാശ് പോകുമ്പോഴേ നമ്മൾ മനസ്സിലാവണത് നമുക്ക് ദോഷം വന്ന് കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ കുറെ ഇത് ഒഴിവാക്കിയപ്പോ ഒരു ജോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോ ആ ജോത്സ്യൻ നോക്കിയപ്പോ ഒഴിവ് കാണില്ല. എവിടേക്കാണ് ഒഴിപ്പിക്കണ പറയില്ല, ഇന്ന അമ്പലത്തിൽ പോയി ഒഴിപ്പിക്കുക, ഇവിടെ പോയി ഒഴിപ്പിക്കാന്നൊക്കെ പറയില്ല. അപ്പൊ ഒഴിവ് കാണില്ല. അപ്പൊ ഒഴിവ് കാണാണ്ടായപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ പറമ്പിൽ ഇങ്ങനെ കാപ്പിരി ഉണ്ട്, ഞാൻ ഇതൊരു വന്നിച്ചില്ലെങ്കിൽ നിന്നിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ ജോത്സ്യൻ നോക്കിയിട്ട് പറഞ്ഞു, നിധി കയ്യിലിരിക്കുമ്പോഴാണോ നിങ്ങൾ നിധി തേടി പോണേന്ന്, നിങ്ങൾ എല്ലാ ദോഷവും അവിടെ മാറും എന്ന് പറഞ്ഞു. ശത്രുക്കളെ തിരിച്ചടിക്കുകയും ചെയ്യും പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ കാണുന്ന ബിസിനസ് ഒക്കെ പൂട്ടുകയും ചെയ്യും, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഉയരുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞവര് തന്നെ അച്ഛൻ പോയി നോക്കിയപ്പോ നമ്മളെ ദോഷങ്ങളൊക്കെ മാറി, ശത്രു ആൾക്ക് തിരിച്ചടിക്കുകയും ചെയ്തു, ആള് മരണപ്പെട്ടു. കാപ്പിരി ചെയ്തു. അപ്പൊ ആണ് നമുക്ക് അതിലേക്ക് ഒരു വിശ്വാസം വരുന്നത്. നമ്മൾ രക്ഷിക്കുമ്പോഴാണല്ലോ നമ്മളത് തന്നെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ നോക്കി അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. കാപ്പിരി മുത്തപ്പൻ രക്ഷകനായി. ആ ജനങ്ങൾക്കും അവിടെ ഇപ്പൊ നമ്മള് ഗുരുതി കാര്യങ്ങൾ കാപ്പിരി മുത്തപ്പൻ രക്ഷകനായി മാറി. ആ ഒരു സമയം എത്ര വയസ്സിലായിരുന്നു ഏകദേശം? ഞങ്ങളിപ്പോ ഒരു 10-30 വർഷമായിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. അതല്ലേ. പിന്നെ ചേട്ടനായിരുന്നു അച്ഛന്റെ മരണം 2011 അച്ഛനായിരുന്നു നോക്കിയിടന്നിരുന്നത്. അച്ഛൻ മരിച്ചപ്പോ ചേട്ടനെ ഏൽപ്പിച്ചു. പിന്നെ ചേട്ടനിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തി. എൻ്റെ വീട്ടിലേക്ക് എത്താനും പറഞ്ഞാല് എനിക്ക് ആദ്യം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഡൈവിംഗ് ആയിരുന്നു, അണ്ടർ വാട്ടർ സർവീസ് ആയിരുന്നു. അപ്പൊ ചേട്ടൻ ചെയ്യുന്നത് അത്ര ശരിയാവാണ്ടായപ്പോഴാണ് എന്നെ വിളിച്ചത്. മുത്തപ്പൻ എന്നെ വിളിച്ചു, കേരളക്കാരി.